അത് പൗരാണിക കാലത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് ചരിത്രത്തിൽ അത് കാണപ്പെടുന്നതെങ്കിൽ ആ പൗരാണിക കാലത്ത് നടന്ന കൊളോണിയലിസം എല്ലാ ഭീകരതകളും ആ പൗരാണിക കാലത്ത്, അതായത് ബ്രിട്ടീഷ് കോളനിവൽക്കരണം, ഡച്ചുകാരുടെ കോളനിവൽക്കരണം, പോർച്ചുഗീസുകാരുടെ, ഇവരൊക്കെ അതാത് ദേശത്ത് കടന്നു വന്നപ്പോൾ കാണിച്ച ക്രൂരതകളും വാസികളോട് അവർ പുലർത്തിയ മൃഗീയമായ സമീപനങ്ങളും അതാണല്ലോ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചരിത്രത്തിലെ ആ അടയാളങ്ങളെയൊക്കെ ഇപ്പോൾ പുതിയ സാമ്രാജ്യ ഭീകരൻ ആ അടയാളങ്ങളൊക്കെ മറികടന്നിരിക്കുകയാണ്. ഹിറ്റ്ലറാണ് വർത്തമാനകാല സമൂഹത്തിൽ ഭീകരനായി പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഹിറ്റ്ലറുടെ ആ സ്ഥാനം അതിപ്പോൾ ജോർജ് ബുഷ് ഏറ്റെടുത്തിരിക്കുകയാണ്. അധികാരമുണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ, അതുപോലെ തന്നെ സാമ്പത്തിക സൈനിക ശേഷിയുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് കരുതി ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കണം എന്നുള്ള ഭ്രാന്തമായ ഈ ഒരു അഭിനിവേശം, അതിനെതിരെ ലോകാഭിപ്രായം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ബുഷിൻ്റെ സഖ്യകക്ഷികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ ചെയ്തികളോട് ഇന്ന് അനുകൂലമായ നയമല്ല ഉള്ളത്. ബുഷ് ചെയ്ത ക്രൂരതകൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണല്ലോ ഇപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ക്രൂരമായ വധശിക്ഷ. ഇതിനദ്ദേഹം ഉപയോഗപ്പെടുത്തിയത്, ഇനി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ ശക്തികളും ഇത്തരം അധിനിവേശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുള്ള രീതികളെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഒരു ജനതയെയും ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. സൈനിക ശക്തിയുണ്ട് എന്ന് കരുതി, വിഭവശേഷിയുണ്ട് എന്ന് കരുതി ഒരു ജനതയെയും ഒറ്റയടിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. അവർ ജനത ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അവർക്കിടയിൽ അധിനിവേശ ശക്തികൾക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അതേ അവസരത്തിൽ ഒരു ജനത ഭിന്നിക്കുമ്പോൾ അവർക്കിടയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ നടപ്പിലാക്കുന്നതിന്, താല്പര്യങ്ങളെ നടപ്പിലാക്കുന്നതിന് പുറം ശക്തികൾക്ക് സാധിക്കുന്നു. ഇറാഖിലെ ജനതയെ ആദ്യം ഭിന്നിപ്പിച്ചു. അതിനുവേണ്ടി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി. ഇറാഖിൽ സദ്ദാം നിങ്ങളെ അടിമകളാക്കി വെക്കുന്നു, സദ്ദാമിനെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സുഖവും ഐശ്വര്യവുമൊക്കെയുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഇറാഖിലെ ജനതയെ അദ്ദേഹം പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്നു. ലോക ജനതയ്ക്കൊപ്പം ഇറാഖി ജനതയും വിശ്വസിച്ച വശായി ഈ സദ്ദാം ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഇറാഖി ജനത അന്ന് ആഗ്രഹിച്ചു പോയി. ആ ആഗ്രഹത്തിൻ്റെ ബലത്തിലാണ് അമേരിക്കക്ക് ഇറാഖിൽ കടന്നു വരാനും ഇറാഖിനെ കീഴ്പ്പെടുത്താനും സദ്ദാമിനെ കൈവിലങ്ങ് വെക്കാനും ഒക്കെ സാധിച്ചത്. പക്ഷേ ഇന്ന് ഇറാഖ് ജനത ഇന്ന് ഖേദിക്കുകയാണല്ലോ. അമേരിക്ക അവിടെ അധികാരം പിടിച്ചെടുത്ത് 3 വർഷങ്ങൾ കഴിഞ്ഞു. അവർ വാഗ്ദാനം ചെയ്ത സ്വർഗരാജ്യം ഇറാഖി ജനതയ്ക്ക് ഇന്നും ലഭിച്ചിട്ടില്ല. മറിച്ച് ഓരോ ദിവസവും ക്രൂരതകൾ കൂടിക്കൂടി അവർക്ക് അനുഭവിക്കേണ്ടതായ ഒരു ഗതികേടാണ് ഇറാഖിലുള്ളത്. എത്രയോ ലക്ഷം ആളുകൾ. ഇപ്പോൾ സദ്ദാമിനെതിരെ ഉള്ള ആരോപണം ദുജയിലിൽ 140 ആളെ കൊന്നു എന്നാണല്ലോ. എന്നാൽ ഇപ്പോൾ തന്നെ ഇറാഖിൽ 6 ലക്ഷത്തോളം ആളുകൾ അമേരിക്കയുടെ കടന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ബുഷിന്, ഇത്രയും വലിയൊരു കൊലയാളിയായ ബുഷിന് ഒരു കൊലക്കുറ്റം കൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ ആ കുറ്റം നികത്തപ്പെടുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. 2.5 കൊല്ലം നീണ്ട വിചാരണ പ്രഹസനങ്ങൾക്കൊടുവിൽ 2006 നവംബർ 5 സദ്ദാമിനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ ഇറാഖിലെ പാവ കോടതി വിധിക്കുന്നു.
كجريمة ضد الإنسانية وفق المادة 12 أولا أليف بدلالة المادة 12 أولا ثانيا ثالثا رابعا من قانون المحكمة الجنائية العراقية العليا رقم 10 لسنة 2005، وحددت العقوبة وفق أحكام المادة 406 أليف من قانون العقوبات رقم 111 لسنة 1969 المعدل بدلالة المادة 24 من قانون المحكمة الجنائية العراقية العليا رقم 10 لسنة 2005 قراراً حضورياً وبالاتفاق. ശോകമൂകമായ അന്തരീക്ഷത്തിൽ വികാരം മുറ്റി നിൽക്കുന്ന മനസ്സുകളോടെ നമ്മളൊക്കെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമാത്രം മതി ഈ പ്രശ്നത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കാൻ. അമേരിക്കക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ കടുത്ത വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് മുസ്ലിം ജനസമൂഹത്തിന് ആവേശം പകർന്നു കൊടുത്തുകൊണ്ട് അമേരിക്കയുടെ കണ്ണുകൾ ഞങ്ങൾ കൊത്തിപ്പറിക്കുമെന്ന് വിളംബരം ചെയ്തുകൊണ്ട് മുസ്ലിം ജനസമൂഹത്തെ ഈ അധിനിവേശ ശക്തികൾക്കെതിരെ സജ്ജരാക്കി നിർത്തുക എന്ന കാലഘട്ടത്തിൻ്റെ ധർമ്മസമരം ഏറ്റെടുത്ത മനുഷ്യരായിരുന്നു സദ്ദാം ഹുസൈൻ. ഇത് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. സദ്ദാമിൻ്റെ ബുദ്ധിയുള്ള, സദ്ദാമിൻ്റെ ചിന്തയുള്ള ഒരാളും ഈ മണ്ണിൽ ബാക്കി വെക്കരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടി പിടിച്ച് അരിഞ്ഞ് കൊല ചെയ്ത് ഈ മണ്ണിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത്. നമ്മളെല്ലാം ഇത്തരം ദുശക്തികൾക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ സദ്ദാമിൻ്റെ ആരാച്ചാരായ സാക്ഷാൽ ബുഷ് ഉറങ്ങിയും ചിരിച്ചും കളിച്ചും കൊണ്ട് വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനലക്ഷങ്ങൾ പ്രാർത്ഥനയ്ക്കുത്തരം ചെയ്യുന്ന അള്ളാഹുവിനോട് കരടൊരുക്കി പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല? ഒരു മുസ്ലിമിനെ ചിന്തിപ്പിക്കുന്ന ചോദ്യമാണിത്. വിശുദ്ധ ഖുർആൻ അവലോകനം ചെയ്താൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഒന്ന്, ഇത്തരം നിരന്തരം വിപത്തുകൾ നമുക്ക് ബാധിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ പോകുന്നത്, മുസ്ലിം സമൂഹത്തിൽ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, കരളുരുകി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷം മാത്രമാണ്. വലിയൊരു പക്ഷം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് അകന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അള്ളാഹുവിൻ്റെ ശിക്ഷ, ഈ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക അക്രമികൾ അക്രമം പ്രവർത്തിക്കുമ്പോൾ അവർക്ക് മാത്രമായിരിക്കില്ല, ഈ കരടുരുകി പ്രാർത്ഥിക്കുന്ന സജ്ജനങ്ങളായ നല്ല ജനങ്ങൾക്കും ഈ ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധർമ്മകാരികളുടെ അധർമ്മത്തിൻ്റെ വകയുള്ള ശിക്ഷ കൂട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഘടകം, നമുക്ക് നിരാശപ്പെടാൻ സമയമായിട്ടില്ല. വളരെ ദീർഘകാലത്തെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പലപ്പോഴും ഇത്തരം ദുശക്തികളെ അള്ളാഹു പാഠം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ സംവിധാനം അങ്ങനെയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സമൂഹം 950 വർഷക്കാലം ആ പ്രവാചകരെയും അനുചരന്മാരെയും പീഡിപ്പിച്ച ശേഷമാണ്, 1000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ അഭിശപ്ത സമൂഹത്തെ നശിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്നിങ്ങോട്ട് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു 10 വർഷം കൊണ്ടോ 50 വർഷം കൊണ്ടോ മാറ്റം വന്നത് പലപ്പോഴും കാണാൻ കഴിയില്ല. നാം കാത്തിരിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണും. ഇവിടെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ, പ്രത്യാശിച്ചതുപോലെ. അതോടൊപ്പം സദ്ദാം ഹുസൈൻ മരിച്ചാലും അദ്ദേഹം നമുക്ക് മുമ്പിൽ വെച്ച ചിന്ത, നമ്മുടെ ബൗദ്ധികമായും ഭൗതികമായും കടന്നാക്രമണം നടത്തി ഈ വേൾഡ് തലത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുന്ന ഇത്തരം അധിനിവേശ പാശ്ചാത്യൻ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി ബുദ്ധിപരമായ പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകാൻ നാം ഒക്കെ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.